നമസ്കാരം. നമ്മൾ അവസാന ക്ലാസ്സിൽ റെസിഡ്യൂ കണ്ടുപിടിക്കുന്ന ഫോർമുലകളും അതിൻ്റെ കുറച്ച് കണക്കുകളും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കണക്കുകൾ കൂടി ചെയ്യേണ്ടതുണ്ട്, എന്നാലും നിങ്ങൾക്ക് അത് വ്യക്തമാവുകയുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, നോക്കാം. ഫൈൻഡ് ദ പോൾസ് ആൻഡ് റെസിഡ്യൂസ് ഓഫ് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു സൈൻ ഇസഡ് ബൈ 1 മൈനസ് ഇസഡ് റൈസ് ടു 4 സെക്കൻഡ് 1 ഇസഡ് ഇൻറ്റു കോട്ട് സ്ക്വയർ ഇസഡ്. ഇത് രണ്ടും നിങ്ങൾ നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത 1-2 ക്വസ്റ്റ്യനും എക്സാമ്പിൾ ക്വസ്റ്റ്യനുകളായിരുന്നു. 2-3 ക്വസ്റ്റ്യനുകൾ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ചെയ്യുന്നതും എക്സാമ്പിൾ ക്വസ്റ്റ്യനുകളാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതാണ്, അതുകൊണ്ട് തന്നെ അവ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം, കാരണം ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു സൈൻ ഇസഡ് ബൈ 1 മൈനസ് ഇസഡ് റൈസ് ടു 4 ആണ്. ഒരു പക്ഷേ നമ്മൾ 1 ബൈ ഇസഡ് റൈസ് ടു 4 മൈനസ് 1 ചെയ്തതാണ് നേരത്തെ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു സൈൻ ഇസഡ് ബൈ 1 മൈനസ് ഇസഡ് റൈസ് ടു 4 എന്ന് പറയുമ്പോൾ സൈൻ ഇസഡ് ബൈ ഇതിനെ എങ്ങനെ എഴുതാം? നമുക്ക് 1 മൈനസ് ഇസഡ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് എഴുതാം. ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇസഡ് സ്ക്വയർ ഈക്വൽ ടു 1, ഇസഡ് സ്ക്വയർ ഈക്വൽ ടു -1, ഇസഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് i. ഇവയെല്ലാം സിമ്പിൾ പോളുകളാണ്. നമ്മൾ ചെയ്തതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇത് എങ്ങനെയാണ്? സിമ്പിൾ പോളുകളാണ്. എല്ലാം ഓരോ വട്ടമേ വരുള്ളൂ, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഓരോ പോയിന്റിലെയും റെസിഡ്യൂ കാണാം. അതിനു മുമ്പ് ഞാൻ എഴുതുന്നു, ലെറ്റ് h of z ഈക്വൽ ടു ന്യൂമറേറ്ററായ സൈൻ ഇസഡ് ആൻഡ് g of z ഈക്വൽ ടു 1 മൈനസ് ഇസഡ് റൈസ് ടു 4. ശരിയാണല്ലോ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആദ്യം നോക്കാം, റെസിഡ്യൂ അറ്റ് ഇസഡ് ഈക്വൽ ടു i എഫ് ഓഫ് ഇസഡ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇതിലേതെങ്കിലും ഒരു പോയിന്റിലെ റെസിഡ്യൂ മാത്രം കണ്ടാൽ മതി എന്ന് പറയും. നിങ്ങളുടെ ടെക്സ്റ്റിൽ ദ റെസിഡ്യൂ ഓഫ് ദിസ് അറ്റ് ഇസഡ് ഈക്വൽ ടു i മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ i മാത്രം കണ്ടാൽ മതി. ഇവിടെ ഇപ്പോൾ നമ്മൾ 4 കാണുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ എന്ത് വരാം നമുക്ക്? h ഓഫ് i ബൈ g ഡാഷ് i ആണല്ലോ. g ഓഫ് ഇസഡ് എഴുതുമ്പോൾ തന്നെ നിങ്ങൾ g ഡാഷ് ഇസഡ് എഴുതിക്കൊള്ളുക, -4z³ എന്നാണ്. ആൻഡ് വേർ നമുക്കറിയാം എന്തെന്നാ, h ഓഫ് i നോട്ട് ഈക്വൽ ടു 0. കാരണം നിങ്ങൾക്കറിയാം സൈൻ i ഒരിക്കലും 0 വരില്ല. ആൻഡ് g ഓഫ് i പക്ഷേ 0 വരും. ഡിനോമിനേറ്റർ 0 ആകും. അപ്പോൾ ന്യൂമറേറ്റർ നോട്ട് ഈക്വൽ ടു 0, ഡിനോമിനേറ്റർ ഈക്വൽ ടു 0. ദെയർഫോർ സൈൻ i by g dash is -4z³ therefore -4i³ equal to sin i by -4i³ is -i therefore it's plus 4i എന്നാവും. നോക്കൂ, sin i എന്ന് പറഞ്ഞാൽ sin i1 എന്നാണ്. sin ix is i sin hx എന്നാണ്. അപ്പം sin i1 എന്ന് പറഞ്ഞാൽ i sin h1 എന്നാണ്. i sin h1 by 4i. sin ix, xന്റെ സ്ഥാനത്ത് ഇവിടെ 1 ആണ്. അപ്പോൾ എന്ത് വരും? sin i1 is i sin h1 by 4i. i പോകും. നമുക്ക് എന്ത് കിട്ടും? 1/4 sin h1 എന്ന് കിട്ടും. sin h1 1/4 sin h1 എന്നാണ് അറ്റ് z ഈക്വൽ ടു iയിൽ കിട്ടുക. ഇനി നോക്കാം, ഇനിയും ഉണ്ടല്ലോ നമ്മൾക്ക് -i നോക്കാം. രണ്ടാമത്തത് റെസിഡ്യൂ ഓഫ് z ഈക്വൽ ടു -i എഫ് ഓഫ് ഇസഡ് എന്ന് നോക്കൂ. നിങ്ങളുടെ ടെക്സ്റ്റിൽ റെസിഡ്യൂവിനെ ഇങ്ങനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്, RE ഓഫ് റെസിഡ്യൂ ഓഫ് ഇസഡ് ഈക്വൽ ടു -i അല്ലെങ്കിൽ RE ഓഫ് -i ഇങ്ങനെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ റെസിഡ്യൂ ഓഫ് -i എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം റെസിഡ്യൂവിൻ്റെ സൂചകമാണെന്ന് മനസ്സിലാക്കുക. ഇതും റെസിഡ്യൂ തന്നെയാണ്, ഇതെല്ലാം റെസിഡ്യൂ തന്നെയാണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ RE ഓഫ് അല്ലെങ്കിൽ RES ഓഫ് എന്ന് കണ്ട റെസിഡ്യൂ ആണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ചെയ്യുമ്പോൾ എന്താ വരിക? h of -i by g dash -i equal to h of -i is sin -i by 4 into -i³ കാരണം ഇവിടെ -4z³ ആണ്. ഈക്വൽ ടു sin -i is -sin i. അറിയാമല്ലോ, sin -θ is -sin θ. -i³ is i³ -i ആണ്. അപ്പം -i³ എന്ന് പറഞ്ഞാൽ +i. therefore ഇവിടെ വരുമ്പോൾ -4i എന്നാവും. ശരിയാണല്ലോ. i³ -i ആണ്, ഈ ഒരു മൈനസ് ഇടാവും, പ്ലസ് ആവും. അപ്പോൾ 4i. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസും പോകുമ്പോൾ sin i എന്ന് പറഞ്ഞാൽ i sin h1 എന്നാണ്. i sin h1 by 4i. നെഗറ്റീവും പോയി. sin i is i sin h1, iയും പോകും. sin h1 by 4 എന്നാകും. sin h1 by 4. ഇനിയും ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു 1 എഫ് ഓഫ് z ഈക്വൽ ടു h ഓഫ് 1 by g dash 1 that is sin 1 by -4 into 1³ -4z³ അല്ലേ, -4 1³ ഈക്വൽ ടു എന്തെന്നാ വരിക? sin 1 by -4 അല്ലെങ്കിൽ -sin 1 by 4 എന്ന് വരും. -sin 1 by 4. ഇനി ഒരാൾ കൂടി ഉണ്ടല്ലോ, sin -1.
അപ്പോൾ എന്താ വരിക നോക്കൂ, ഒരാൾ കൂടി നാലാമത്തെ ആൾ റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു -1. റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു -1 എന്ന് പറഞ്ഞാൽ h ഓഫ് -1 ബൈ g ഡാഷ് -1 ദാറ്റ് ഈസ് സൈൻ -1 ബൈ -4 -1 ക്യൂബ് ഈക്വൽ ടു മൈനസ് സൈൻ 1 ബൈ, ഇവിടെ മൈനസ് ആണ് അത് പ്ലസ് ആകും 4, ദാറ്റ് ഈസ് ഈക്വൽ ടു -1 ബൈ 4 സൈൻ 1. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, z കോട്ട് സ്ക്വയർ z. നോക്കൂ, z കോട്ട് സ്ക്വയറിന്റെ കൂടെ ക്വസ്റ്റ്യനകത്ത് തന്നെ അറ്റ് z ഈക്വൽ ടു 0 എന്നുകൂടി അവർ തരും. അറ്റ് z ഈക്വൽ ടു 0, f ഓഫ് z ഈക്വൽ ടു z കോട്ട് സ്ക്വയർ z അറ്റ് z ഈക്വൽ ടു 0. നോക്കൂ, എഫ് ഓഫ് z ഈക്വൽ ടു, ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. z ഇൻറ്റു, എനിക്ക് ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ എന്ന് കിട്ടിയാൽ ഫോർമുല അപ്ലൈ ചെയ്യാൻ സൗകര്യമാണ്, അതുകൊണ്ട് ഞാൻ ന്യൂമറേറ്റർ ബൈ കോസ് സ്ക്വയർ z ബൈ സൈൻ സ്ക്വയർ z എന്ന് എഴുതുന്നു. ഇനി നമുക്ക് സിംഗുലാരിറ്റി നോക്കാം. സിംഗുലാരിറ്റീസ് എന്ന് പറയുമ്പോൾ z ഈക്വൽ ടു ഡിനോമിനേറ്റർ 0 ആണ്, സൈൻ z 0 ആണ്, z 0 പ്ലസ് ഓർ മൈനസ് പൈ പ്ലസ് ഓർ മൈനസ് 2π എന്ന് പറഞ്ഞു പോകും, ആണല്ലോ. അതിൽ z ഈക്വൽ ടു 0യുടെ ആണ് നമുക്ക് വേണ്ടുന്നത്, അതുകൊണ്ടാണ് ഇവിടെ 0 ഇൻഡിക്കേറ്റ് ചെയ്ത് തരുന്നത്. അല്ലെങ്കിൽ ഇത് എല്ലാ പോയിന്റിൻ്റെയും റെസിഡ്യൂ കാണണം, ഓരോരോ പോയിന്റുകളുടെ റെസിഡ്യൂ കാണണം, അത് നടക്കത്തില്ല. അതുകൊണ്ട് 0യിലെ മാത്രം കണ്ടാൽ മതി, ആണല്ലോ. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ സൈൻ സ്ക്വയർ z ആണ്. സൈൻ സ്ക്വയർ എന്ന് പറയുമ്പോൾ സൈൻ 2 വട്ടം എന്ന് പറഞ്ഞാൽ 0 2 വട്ടം, പൈ 2 വട്ടം, മൈനസ് പൈ 2 വട്ടം, 2π 2 വട്ടം, എല്ലാവരും 2 വട്ടം വീതം വരുന്നവരാണ്. എന്ന് പറഞ്ഞാൽ പോൾ ഓഫ് ഓർഡർ 2 ആണ്. പക്ഷേ സൈൻ z ഇവിടെ ഒരു 0 ഇല്ലേ? ഉണ്ട്. അതേ വാല്യൂ തന്നെ, ഈ 0 തന്നെ നിങ്ങൾ ന്യൂമറേറ്ററിൽ കൊടുക്കുമ്പോൾ 0 ഇൻറ്റു കോസ് 0 1, അപ്പോൾ അത് 0 ആവില്ലേ? അപ്പോൾ 0 ബൈ അറ്റ് z ഈക്വൽ 0യിൽ മാത്രം, അറ്റ് z ഈക്വൽ ടു 0യിൽ 0 ബൈ 0, പൈ ഒന്നും കൊടുക്കുമ്പോൾ വിഷയമില്ല, പൈ ഇൻറ്റു കോസ് പൈ മൈനസ് ഉണ്ട്, അപ്പം പൈ ബൈ 0 അല്ലെങ്കിൽ 2π ബൈ 0, ശരിയാണല്ലോ. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ z ഈക്വൽ ടു 0 കൊടുക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് z കിടപ്പോൾ ഇവിടെ ഒരു 0 ഉണ്ട്, 0 ബൈ 0 എന്നായി പോയി. അങ്ങനെ 0 ബൈ 0 വരുമ്പോൾ z 0 2 വട്ടമാണ് വരുന്നത്, സൈൻ സ്ക്വയർ ആയതുകൊണ്ട് 2 വട്ടം വരും. അതിലെ ഒരു 0, ഈ സൈൻ സ്ക്വയർ z 0 2 വട്ടം വരും. അതിലെ ഒരു 0 ഈ 0യുമായി ചേർന്ന് 0 ബൈ 0യുമായി ചേർന്ന് പോകും. അയാളെ എടുക്കാൻ നമ്മൾക്ക് കഴിയില്ല. അയാളെ എന്ത് ചെയ്യാൻ കഴിയില്ല? എടുക്കാൻ കഴിയില്ല. അയാളെ എടുക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ അപ്പോൾ 0യുടെ ഓർഡർ എന്തായി മാറും? 1 ആയി മാറും. നോക്കൂ, എന്താണ് എടുക്കാൻ കഴിയാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കൂ, z ഇൻറ്റു കോസ് z-ൻ്റെ ലോറൻസ് എക്സ്പാൻഷൻ നിങ്ങൾക്കറിയാം, 1 മൈനസ് z സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് z റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ എക്സെട്ര ദ ഹോൾ സ്ക്വയർ ബൈ സൈൻ z-ൻ്റെ z മൈനസ് z ക്യൂ ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് z റേസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ദ ഹോൾ സ്ക്വയർ എന്നാണ്. നമുക്കറിയാം റെസിഡ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോറൻസ് എക്സ്പാൻഷൻ എടുക്കുന്നത്, പക്ഷെ അത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ ഈ ഫോർമുലകൾ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ നോക്കൂ, ശരിക്കും ഇതിൽ നിന്നൊരു z നിങ്ങൾക്ക് ഇനി പുറത്തെടുക്കാം, ശരിയല്ലേ? z പുറത്തെടുക്കുമ്പോൾ z ഇൻറ്റു 1 മൈനസ് z സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ബൈ z പുറത്ത് വരുമ്പോൾ z സ്ക്വയർ ഇൻറ്റു 1 മൈനസ് z സ്ക്വയർ ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് z റേസ് ടു 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു പോകും. z പുറത്ത് വരുമ്പോൾ z സ്ക്വയർ, ഈ z-ഉം ഈ z-ഉം വെട്ടിപ്പോകും. വെട്ടിപ്പോകുമ്പോൾ പിന്നീട് ഒരു 1/z മാത്രമേ വരുള്ളൂ, ഒരു 1/z. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോഴാണ് z 0 2 വട്ടം വരുന്നത്. ഇനി നിങ്ങൾ നോക്കിയാൽ z 0 ആവുന്നത് ഒരു പ്രാവശ്യമേ ഉള്ളൂ. എന്തുകൊണ്ട്? ഒരു z അങ്ങ് വെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ ഒരു 0/0 വരുന്നത് അങ്ങ് മാറിപ്പോയി. മനസ്സിലാവുന്നുണ്ടല്ലോ? ഒരു 0/0 അങ്ങ് മാറിപ്പോയി. അതേപോലെയാണ് നമ്മളിവിടെ പറയുന്നത്. നമ്മൾക്ക് ഇവിടെ സപ്പോസ് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരുന്നു, z മൈനസ് 1 ബൈ z മൈനസ് 1 ദ ഹോൾ ക്യൂബ് ഇൻറ്റു z മൈനസ് 2 എന്ന് തന്നാൽ ഇവിടെ 1 ആണ്, ഇവിടെ 3 ആണ്. അപ്പം z ഈക്വൽ ടു 1 ഇസ് എ പോൾ ഓഫ് ഓർഡർ 3 എന്നല്ല പറയുക, ഓർഡർ 2 എന്നാണ്. എന്തുകൊണ്ട്? ഇതിൽ നിന്ന് ഒരാൾ വെട്ടിപ്പോകുമ്പോൾ ഇവിടെ 2 ആകും. അതുപോലെയാണ് ഇവിടെയും, ഇവിടെയുള്ള z-ഉം ഇതിൻ്റെ എക്സ്പാൻഷൻ ഒരു z-ഉം കൂടെ അങ്ങ് പോകും. അപ്പം പോൾ ഓഫ് ഓർഡർ എന്താകും? 1 ആകും. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ 2 പ്രാവശ്യം വന്നു, അതിൽ ഒരാളെ ഇവിടെ കൊടുത്തപ്പോൾ 0 ആയി, 0/0 ആയാൽ അപ്പോൾ ഒരാളെ അങ്ങ് കളയുക, പിന്നീടുള്ള ഒരാളെ എടുത്താൽ മതി. അപ്പോൾ z ഈക്വൽ 0 ഈസ് എ പോൾ ഓഫ് ഓർഡർ 1, പോൾ ഓഫ് ഓർഡർ 1, അല്ലെങ്കിൽ അത് സിമ്പിൾ പോളാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? സിമ്പിൾ പോൾ ആണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാം റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു 0 എന്ന് പറയുന്നത് h ഓഫ് 0 ബൈ g ഡാഷ് 0 എന്നാണ്. ശരിയാണല്ലോ? ഈക്വൽ ടു നോക്കൂ, h ഓഫ് 0 ബൈ g ഡാഷ് 0 അപ്ലൈ ചെയ്യാൻ പറ്റുമോ? നോക്കിയേ, h ഓഫ് 0, h എന്ന് പറഞ്ഞാൽ z കോസ് സ്ക്വയർ z, അതിലേക്ക് 0 കൊടുക്കുമ്പോൾ ന്യൂമറേറ്റർ 0 ആകും, ഡിനോമിനേറ്ററും 0 ആകും. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഇതിനെ എന്ത് ചെയ്യാൻ കഴിയില്ല?
ഇതിനെ ഈ ഫോർമുലയായിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. അപ്ലൈ ചെയ്യാൻ കഴിയത്തില്ലെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് എഴുതിയത്. എച്ച് ഓഫ് സീറോ എന്ത് വരും? 0 ആയി പോകും. നമ്മുടെ കണ്ടീഷൻ പ്രകാരം എച്ച് ഓഫ് സീറോ 0 വരാൻ പാടില്ല. എച്ച് ഓഫ് സീറോ 0 വരാൻ പാടില്ല. 0 വന്നാൽ ന്യൂമറേറ്ററും 0 ആയി പോയാൽ ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ പോള് കണ്ടുപിടിക്കുക? ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു z ഈക്വൽ ടു 0 അറ്റ് z ഈക്വൽ ടു 0യിൽ നമ്മൾക്ക് എന്ത് റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു 0 എന്ന് പറയുന്നത് നമ്മൾക്ക് എച്ച് ഓഫ് 0/g'0 അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ന്യൂമറേറ്റർ 0 ആയി പോകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താ? ലിമിറ്റ് z ടെൻസ് ടു 0 z മൈനസ് 0 ഇൻറ്റു z കോസ് സ്ക്വയർ z ബൈ സൈൻ സ്ക്വയർ z എന്നാവില്ലേ? ശരിയാണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് z ടെൻസ് ടു 0 z ഇൻറ്റു z ഈസ് z സ്ക്വയർ കോസ് സ്ക്വയർ z ബൈ സൈൻ സ്ക്വയർ z എന്ന് വരുമല്ലോ. നോക്കൂ, +1നും +2നും ഒക്കെ പഠിക്കുന്ന ലിമിറ്റാണ്. സൈൻ z ബൈ z 1 ആണ് അല്ലേ? ലിമിറ്റ് z ടെൻസ് ടു 0 സൈൻ z ബൈ z 1 ആണ്, z ബൈ സൈൻ z 1 ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്കിതിനെ z ബൈ സൈൻ z ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ലിമിറ്റ് z ടെൻസ് ടു 0 ഇൻറ്റു ലിമിറ്റ് z ടെൻസ് ടു 0 കോസ് സ്ക്വയർ z എന്ന് എഴുതാം. ശരിയാണല്ലോ. ലിമിറ്റ് 2 ആക്കി കൊടുത്തു. ലിമിറ്റ് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാമല്ലോ. z ബൈ സൈൻ z ദ ഹോൾ സ്ക്വയറിനും കോസ് സ്ക്വയർ z ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് 1 ആണല്ലേ? അപ്പോൾ 1 സ്ക്വയർ എന്നാകും ഇൻറ്റു കോസ് 0 ഈസ് 1 സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾക്ക് ഓരോ ഫോർമുലകളും ചിലയിടത്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ചിലയിടത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ട്. അതിൽ രണ്ടാമത് പറഞ്ഞ എച്ച് ഓഫ് a/g' അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു കേസാണിത്. എന്തുകൊണ്ട്? ന്യൂമറേറ്റർ 0 ഡിനോമിനേറ്ററും 0 ആയതുകൊണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഫോർമുല തന്നെ ചെയ്യണം. അവിടെ വന്നിട്ട് ലിമിറ്റിൻ്റെ റൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് ആൻസർ കണ്ടുപിടിക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. ചിലപ്പോഴേ ചോദിക്കുള്ളൂ. ചോദിച്ചാൽ ഇങ്ങനെ വേണം ചെയ്യാൻ. ഇത് മനസ്സിലാക്കുക, ശ്രദ്ധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. Find the poles and residues of f of z equal to 1/z square into 1 minus z the whole cube. നോക്കൂ, അവിടെ സിംഗുലാരിറ്റികൾ കാണുമ്പോഴേ അറിയാം. സിംഗുലാരിറ്റീസ് എന്ന് പറയുന്നത് z ഈക്വൽ ടു 0 ഓഫ് ഓർഡർ 2 ആൻഡ് z ഈക്വൽ ടു 1 ഓഫ് ഓർഡർ 3 ആണ്. കാണുമ്പോഴേ അറിയാം. കാരണം ഒരു പോളിനോമിയലാണ്. ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ആണ്. 0യുടെ ഓർഡർ 2ഉം 1ൻ്റെ ഓർഡർ 3ഉം ആണ്. സിമ്പിൾ പോളുകളാണോ? അല്ല. സിമ്പിൾ പോളുകളല്ല എങ്കിൽ തേർഡ് ഫോർമുല അപ്ലൈ ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ കാണേണ്ടത് റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു 0. അപ്പോൾ ഞാൻ എഴുതുന്നു ഒന്നാമത് റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു 0 നിങ്ങളുടെ ടെക്സ്റ്റിൽ r ഓഫ് 0 എന്ന് മാത്രമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. r ഓഫ് 0 എന്ന് പറഞ്ഞാൽ റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു 0. നിങ്ങളുടെ ടെക്സ്റ്റിൽ റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു 0 ഇങ്ങനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. എങ്ങനെ വേണമെങ്കിലും നമ്മൾക്ക് എഴുതാം. എങ്ങനെ എഴുതിയാലും കറക്റ്റാണ്. r ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, അല്ലെങ്കിൽ റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഓഫ് ഓർഡർ 2 ആയി. 2 വരുമ്പോൾ ജനറൽ ഫോർമുല അപ്ലൈ ചെയ്യണം. 1/m-1 ഫാക്ടോറിയൽ ഇൻറ്റു ലിമിറ്റ് z ടെൻസ് ടു 0 ആണല്ലോ. z ടെൻസ് ടു 0 d by d raised to m-1 by d z raised to m-1 into z minus z0 raised to m into f of z എന്ന ഉണ്ടല്ലോ. z ടെൻസ് ടു z0 ഞാൻ ജനറൽ ഫോർമുല എഴുതിയെന്നേ ഉള്ളൂ. പരീക്ഷയ്ക്ക് നിങ്ങൾ ജനറൽ എഴുതേണ്ട, ഡയറക്റ്റ് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് 1/m എന്ന് പറഞ്ഞാൽ ഓർഡർ 2. അപ്പോൾ 2 - 1 ഫാക്ടോറിയൽ ഇൻറ്റു ലിമിറ്റ് z ടെൻസ് ടു 0 d raised to m-1 2 ആണെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് d by d z ഓഫ് z minus 0 into f of z 1/z square into z minus 0 square, z minus 0 raised to m2 ആണ്. z square into 1 minus z cube എന്നാകും. ശരിയാണല്ലോ? നോക്കൂ, m2 ആണ്, ഓർഡർ 2 ആകുമ്പോൾ 1/2 - 1 ഫാക്ടോറിയൽ ഇൻറ്റു ലിമിറ്റ് z ടെൻസ് ടു ഏത് പോയിന്റാണ് 0 d raised to m-1 ഓർഡർ 2 ആകുമ്പോൾ 2 - 1 ദാറ്റ് ഈസ് d by d z ഓഫ് z minus z0 raised to m z minus 0 square ഇവിടെ ഓർഡർ 2 ആണല്ലോ ഇൻറ്റു f of z ദാറ്റ് ഈസ് ഈക്വൽ നോക്കൂ, ദാ ഈ z സ്ക്വയറും ഈ z സ്ക്വയറും പോകും. ദാറ്റ് ഈസ് ഈക്വൽ 1/1 ഫാക്ടോറിയൽ ഈസ് 1 ലിമിറ്റ് z ടെൻസ് ടു 0 d by d z ഓഫ് 1/1 minus z the whole cube എന്നാകും. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് z ടെൻസ് ടു 0 1/1 minus z ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താ? ഇത് മുകളിലേക്ക് പോകുമ്പോൾ -3 ആണ്. -3/1 minus z raised to 4 ആണല്ലോ. 1/z ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് -3 into z raised to -4 ദാറ്റ് ഈസ് -3/z raised to 4 എന്ന അതേ പ്രകാരം എഴുതുമ്പോൾ -3 ഇതിൻ്റെ 4 ഇൻറ്റു തീർന്നില്ല, ചെയിൻ റൂൾ
1 മൈനസ് ഇസഡിൻ്റെത് -1 ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി ഇസഡിന് 0 കൊടുത്ത് എന്ത് കിട്ടും? -3/1 മൈനസ് 0 1 1/4 ഇൻറ്റു -1 ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഇതാണ് എന്ത്? റെസിഡ്യൂ അറ്റ് ഇസഡ് ഈക്വൽ ടു 0. റെസിഡ്യൂ ഓഫ് ഇസഡ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ റെസിഡ്യൂ അറ്റ് ഇസഡ് ഈക്വൽ ടു 0 ഓഫ് എഫ് ഓഫ് ഇസഡ്. ശ്രദ്ധിച്ച് ചെയ്യുക. എമ്മിന് പകരം ഓർഡറാണ് കൊടുക്കുന്നത്. ഇസഡ് ടെൻസ് ടു ഏത് പോയിന്റ് ആണോ ഡി ബൈ ഡി എന്ന് വെച്ചാൽ ഡെറിവേറ്റീവ് ആണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഒരു പോയിന്റ് കൂടി ഉണ്ടല്ലോ, ഇസഡ് ഈക്വൽ ടു 1 നോക്കാം. അടുത്ത പോയിന്റ് നോക്കാം, ഇസഡ് ഈക്വൽ ടു 1. അപ്പോൾ ഇത് റെസിഡ്യൂ അറ്റ് ഇസഡ് ഈക്വൽ ടു 0യിലാണ്. അടുത്തത് നമുക്ക് വേണ്ടുന്നത് റെസിഡ്യൂ അറ്റ് ഇസഡ് ഈക്വൽ ടു 1. ആർ ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1/m സ്ഥാനത്ത് 3 ആണ്. അപ്പോൾ 2 ഫാക്ടോറിയൽ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 1 d² ബൈ dz² ഓഫ് സെക്കൻഡ് ഡെറിവേറ്റീവ്, കാരണം 3 ആകുമ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ഇൻറ്റു ഇസഡ് മൈനസ് 1/3 ഇൻറ്റു 1/z² ഇൻറ്റു 1 മൈനസ് ഇസഡ് ദ ഹോൾ ക്യൂബ് എന്നാകും. ശരിയാണല്ലോ. 1 മൈനസ് ഇസഡ് ദ ഹോൾ ക്യൂബ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഫാക്ടോറിയൽ ഈസ് 1/2 ഇൻറ്റു ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 1 ഇൻറ്റു d² ബൈ dz² ഓഫ്. നോക്കൂ, ഇവിടെ 1 മൈനസ് ഇസഡ് ദ ഹോൾ ക്യൂബ് ആണ്. ഇതിൽ നിന്നൊരു മൈനസ് ഇഞ്ച് പുറത്തെടുക്കുക. അപ്പോൾ ഇസഡ് മൈനസ് 1 ദ ക്യൂബ് ഇൻറ്റു 1/z² ഇൻറ്റു മൈനസ് ഓഫ് ഇസഡ് മൈനസ് 1 ക്യൂബ് എന്നാകും. ശരിയല്ലേ? കാരണം ക്യൂബ് ആയതുകൊണ്ട് പുറത്ത് വരുമ്പോൾ മൈനസ് കിടക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇസഡ് മൈനസ് 1 ക്യൂബ് പോകുമ്പോൾ നമുക്ക് പിന്നെ കിട്ടുക 1/2 ഇൻറ്റു ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 1 d² ബൈ dz² ഓഫ് -1/z² എന്നാണ്. -1/z². ഇതിൻ്റെ 2 ഡെറിവേറ്റീവുകൾ എടുക്കണം എന്ന് പറയുമ്പോൾ 1/2 ഇൻറ്റു ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 1. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താ കിട്ടുക? -1/z². മൈനസ് അവിടെ കിടക്കട്ടെ. -1/z² ഫസ്റ്റ് ഡെറിവേറ്റീവ് മൈനസ് ഇൻറ്റു -2/z³ എന്നാണ്. ഒരു ഡെറിവേറ്റീവ് കൊണ്ട് എടുക്കുമ്പോൾ -2 ഇൻറ്റു -3/z⁴ എന്ന് വരും. കണ്ടല്ലോ? 1/z² -2/z³. പിന്നീട് 1/z³ -3/z⁴ എന്ന് പറയുമ്പോൾ എന്താ വരിക? -6/z⁴. 2 ഡെറിവേറ്റീവുകൾ എടുക്കണം. വൃത്തിയായി ചെയ്യുക. -6/z⁴. ആ ഇസഡിലേക്ക് 1 കൊടുക്കണം. അപ്പോൾ എന്ത് വരും? 1/2 ഇൻറ്റു -6/1/4 ഈക്വൽ ടു 1/4 ആണ്. 1/4 ഈക്വൽ ടു -3 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഇസഡ് ഈക്വൽ ടു 1ലെ റെസിഡ്യൂ എന്താണ്? -3 ആണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ പോളിൻ്റെ ഓർഡർ ഒന്നിൽ കൂടുതൽ വന്നാൽ ഈ ഒരൊറ്റ ഇക്വേഷനെ നമുക്കുള്ളൂ. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് കാണേണ്ടത്? അതിൻ്റെ റെസിഡ്യൂ കാണേണ്ടത്. മനസ്സിലാവുന്നുള്ളൂ? ഇങ്ങനെയാണ് ഡെറിവേറ്റീവ് എടുക്കുന്നത്. ശ്രദ്ധിക്കുക. ചിലപ്പോൾ ക്വസ്റ്റ്യൻ റൂൾ വരും, ചിലപ്പോൾ പ്രോഡക്റ്റ് റൂൾ വരും. ഇവിടെയൊക്കെ ഡയറക്റ്റ് എടുക്കാൻ പറ്റുന്നതാണ്. ചിലപ്പോൾ അത് ക്വസ്റ്റ്യൻ റൂൾ ചെയ്യേണ്ടി വരും. അപ്പം മാറ്റി ക്വസ്റ്റ്യൻ റൂൾ 2 വട്ടം ചെയ്ത് ആ കിട്ടുന്ന ഉത്തരം ഇവിടെ എടുത്തെഴുതി അതിലേക്ക് ലിമിറ്റ് കൊടുക്കുക. എങ്ങനെയാണ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ പോൾസ് ആൻഡ് റെസിഡ്യൂസ് ഓഫ് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു 2z ബൈ z പ്ലസ് 1 ഇൻറ്റു z മൈനസ് 2 ദ ഹോൾ സ്ക്വയർ. നിങ്ങൾക്കറിയാം സിംഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ z ഈക്വൽ ടു -1 സിമ്പിൾ പോളാണ്. z ഈക്വൽ ടു 2 ഓഫ് ഓർഡർ 2 ആണ്. ശരിയാണല്ലോ? അപ്പോൾ 2 പോയിന്റുകളാണുള്ളത്. ആദ്യം റെസിഡ്യൂ ഓഫ് -1 കാണാം. റെസിഡ്യൂ ഓഫ് -1 സിമ്പിൾ പോളാണ്. ആ -1 ന്യൂമറേറ്ററിൽ കൊടുക്കുമ്പോൾ നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? h ഓഫ് -1 ബൈ g ഡാഷ് -1. കാരണം ന്യൂമറേറ്റർ നോട്ട് ഈക്വൽ ടു 0 ആണ് അല്ലേ? ഡിനോമിനേറ്റർ 0 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു h ഓഫ് -1 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു -1 ബൈ g ഡാഷ്. അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. അതിൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾ ഇവിടെ എടുത്ത് നോക്കുക. g ഡാഷ് z ഈക്വൽ ടു പ്രോഡക്റ്റ് റൂളാണ്. z പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു z മൈനസ് 2 പ്ലസ് z മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു z പ്ലസ് 1ൻ്റെത് 1. പ്രോഡക്റ്റ് റൂളാണ് എഴുതിയിരിക്കുന്നത്. ഇനി അതിനകത്തേക്ക് സിംപ്ലിഫൈ നിൽക്കേണ്ട. അതിനകത്തേക്ക് -1 കൊടുത്താൽ മതി. -1 പ്ലസ് 1 0. ഇത് ഇത്രയും 0. -1 -2 -3² എന്ന് വരും. -3². therefore -2/9 എന്ന് വരും. മനസ്സിലാവുന്നുണ്ടല്ലോ? ന്യൂമറേറ്റർ ബൈ എഴുതുക. വേർ h ഓഫ് -1 നോട്ട് ഈക്വൽ ടു 0, g ഓഫ് -1 0. അതുകൊണ്ടാണ് ഇത് അപ്ലൈ ചെയ്തത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ലിമിറ്റ് വെച്ചും ചെയ്യാം. ലിമിറ്റ് വെച്ച് ചെയ്യാനാണ് എങ്ങനെ? r ഓഫ് -1 ഈക്വൽ സിമ്പിൾ പോളല്ലേ? അവിടെ 1 ലിമിറ്റ് z ടെൻസ് ടു -1 z -1 ദാറ്റ് ഈസ് z പ്ലസ് 1 ഇൻറ്റു 2z ബൈ z പ്ലസ് 1 ഇൻറ്റു z മൈനസ് 2 ദ ഹോൾ ക്യൂബ്. ഇത് വെട്ടിപ്പോകും. ഇസഡിന് പകരം -1 കൊടുക്കുമ്പോൾ -2 ബൈ -1 -2 മൈനസ് സ്ക്വയർ ആണ് ഇവിടെ. -1 -2 -3² ഈക്വൽ ടു സെയിം ആൻസർ -2/9 എന്ന് കിട്ടും. നോക്കൂ, ഇതൊരു പക്ഷേ ഡെറിവേറ്റീവ് എടുക്കാൻ വെച്ചിട്ട് നീണ്ടുപോയി ആൻസർ കിട്ടി. ഇവിടെ ഡയറക്റ്റ് കിട്ടി. ഏത് രീതി ചെയ്താലും കറക്റ്റാണ്. രണ്ടും ഞാൻ ചെയ്യിച്ചെന്നുള്ളൂ. ഏതെങ്കിലും ഒരു രീതി ചെയ്യുക, സിമ്പിൾ പോളായതുകൊണ്ട്. എന്നാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഓഫ് ഓർഡർ 2 അല്ലേ? ഓർഡർ 2 ആകുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക?
ഓർഡർ 2 വരുമ്പോൾ r of 2 equal to residue of 2, residue at 2 as at z equal to 2 എന്ത് വരും 1 by m minus 1 factorial. ഓർഡറും 2 ആണ് m 2 minus 1 factorial into limit z tends to 2 d by dz of, കാരണം d raised to m minus 1 by dz raised to m minus 1 എന്നാ. അപ്പം ഓർഡർ 2 ആയതുകൊണ്ട് 2 minus 1 d by dz of z minus 2 the whole square into z minus z0 raised to m into f of z is 2z by z plus 1 into z minus 2 square. അപ്പോൾ ഇതങ്ങ് വെട്ടിപ്പോവും, ശരിയല്ലേ? അത് വെട്ടിപ്പോകാൻ വേണ്ടി അവിടെ അത് കൊടുക്കുന്നത് തന്നെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് z ടെൻസ് ടു 2 ഓഫ് d by dz of ഇത് കോഷ്യൻ റൂൾ z plus 1 into 2z into 2 minus 2z into z plus 1 into 1 by z plus 1 square. സിംപ്ലിഫിക്കേഷൻ വേണ്ട, ഡയറക്റ്റ് കൊടുത്താൽ മതി. 2 കൊടുക്കുമ്പോൾ 2 plus 1 3, 3 into 2 6 minus 4 by 2 plus 1 3 9. That is equal to 2 plus 1 3, 3 square is 9. 6 minus 4 is 2, 2 by 9 എന്ന് ആൻസർ കിട്ടും. മനസ്സിലാവുന്നുണ്ടല്ലോ? 2 by 9 എന്നാണ് അവിടെ ആൻസർ കിട്ടുക. ഇതിൻ്റെ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്തിട്ട് ഇസഡിന് വില കൊടുക്കുമ്പോൾ 2 by 9 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഓർഡർ ഒന്നിൽ കൂടുതൽ വന്നാൽ ഈ ഇക്വേഷനാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഓർക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ? ശ്രദ്ധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ പോൾസ് ആൻഡ് റെസിഡ്യൂസ് ഓഫ് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു സൈൻ ഇസഡ് ബൈ ഇസഡ് റൈസ് ടു 4. ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾക്ക് സൈൻ ഇസഡ് ബൈ ഇസഡ് റൈസ് ടു 4ൻ്റെ സിംഗുലാരിറ്റി കാണുമ്പോഴേ നിങ്ങൾക്കറിയാം ഇസഡ് ഈക്വൽ ടു 0 ആണ്. ആ 0 തന്നെ ഇവിടെ ഡിനോമിനേറ്ററിൽ 4 പവറാണ്. അപ്പോൾ നിങ്ങൾ ഓർഡർ 4 എന്ന് എഴുതരുത്. എന്തുകൊണ്ട്? കാരണം സൈൻ ഇസഡ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ, കാരണം ഇതേ 0 തന്നെ ന്യൂമറേറ്ററിൽ കൊടുക്കുമ്പോൾ സൈൻ 0 0 ആയി പോകും. അപ്പോൾ ശരിക്കും ഇവിടുത്തെ ഒരു 0 ഇവിടുന്ന് ഒരു 0 കൂടെ അങ്ങ് പോകും. പോയാൽ പിന്നെ 3 0കളെ കിടക്കത്തുള്ളൂ. മനസ്സിലാവുന്നു? അതിന് കാരണം ഇതാണ്. സൈൻ ഇസഡിനെ ഇസഡ് മൈനസ് ഇസഡ് സ്ക്വയർ ഇസഡ് മൈനസ് ഇസഡ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് ഇസഡ് റേസ് ടു 5 by 5 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ബൈ ഇസഡ് റേസ് ടു 4 എന്ന് എഴുതാം. ഇവിടെ നിന്ന് ഒരു ഇസഡ് ഇഞ്ച് പുറത്തെടുക്കുമ്പോൾ 1 മൈനസ് ഇസഡ് സ്ക്വയർ ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് ഇസഡ് റേസ് ടു 4 by 5 ഫാക്ടോറിയൽ മൈനസ് ഇസഡ് റേസ് ടു 6 by 7 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു പോകും ബൈ ഇസഡ് റേസ് ടു 4. ഒരു ഇസഡ് കട്ട് ചെയ്ത് പോകും. ഇസഡ് ക്യൂബ് എന്നേ വരുള്ളൂ. അതിൽ തന്നെ ഇനി നിങ്ങൾ ഇപ്പോൾ എന്താ വരിക? 1 by ഇസഡ് ക്യൂബ് ഇൻറ്റു 1 മൈനസ് ഇസഡ് സ്ക്വയർ ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് ഇസഡ് റേസ് ടു 4 by 5 ഫാക്ടോറിയൽ മൈനസ് ഇസഡ് റേസ് ടു 6 by 7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. 1 by ഇസഡ് ക്യൂബ് അകത്തേക്ക് കൊടുത്താൽ 1 by ഇസഡ് ക്യൂബ് മൈനസ് 1 by 3 ഫാക്ടോറിയൽ ഇസഡ് പ്ലസ് ഇസഡ് ബൈ 5 ഫാക്ടോറിയൽ മൈനസ് ഇസഡ് റേസ് ടു 3 by 7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞു പോകും. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ എഴുതിയിരിക്കുന്ന ഫംഗ്ഷൻ്റെ ലോറൻസ് എക്സ്പാൻഷനാണിത്. നമുക്കറിയാം പോൾ ആയാലും റെസിഡ്യൂ ആയാലും ഒക്കെ ലോറൻസ് എക്സ്പാൻഷനിൽ നിന്ന് എടുത്തെഴുതേണ്ടതാണ്. പക്ഷേ ലോറൻസ് എക്സ്പാൻഡ് ചെയ്യാൻ ചില ക്വസ്റ്റ്യനുകൾ ലോറൻസ് എക്സ്പാൻഷൻ എഴുതാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഈ ഫോർമുലകളൊക്കെ ഡിറൈവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ സൈൻ ഇസഡ് ബൈ ഇസഡ് റേസ് ടു 4നെ ലോറൻസിൽ എഴുതാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്തുകൊണ്ട്? സൈൻ ഇസഡ് നമുക്കറിയാം, അത് ഇസഡ് പുറത്തത് ഇത് അപ്പോഴേ ലോറൻസ് സീരീസ് ആയി കഴിഞ്ഞു. 3 സ്റ്റെപ്പ് കൊണ്ട് ലോറൻസ് സീരീസ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നിങ്ങൾ നോക്കുക, ഡിനോമിനേറ്റർ വരുന്ന ഇസഡ് മാക്സിമം പോയിരിക്കുന്നത് 3ലാണ്. എന്ന് പറഞ്ഞാൽ പോൾ ഓഫ് ഓർഡർ 3 ആണ്. അതേപോലെ റെസിഡ്യൂ എന്താ? 1 by ഇസഡിൻ്റെ കോഎഫിഷ്യൻ്റ്, ദാറ്റ് ഈസ് 1 by മൈനസ് 1 by 3 ഫാക്ടോറിയലാണ്. ശരിയാണല്ലോ? മൈനസ് 1 by 3 ഫാക്ടോറിയലാണ്. എന്നാൽ സപ്പോസ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ലോറൻസ് എക്സ്പാൻഷനിലേക്കുള്ള അങ്ങനെ ചെയ്യാനൊരു ബുദ്ധി നിങ്ങൾക്ക് പോയില്ല. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ഇസഡ് ഈക്വൽ ടു 0 ഈസ് എ പോൾ ഓഫ് ഓർഡർ 4ന് പകരം 3 എന്നെടുത്തു. എന്തുകൊണ്ട്? കാരണം ഒരു ഇസഡിൻ്റെ 0 ന്യൂമറേറ്ററിൽ പോകുന്നു. അപ്പോൾ 0യും 0യും പോകുമ്പം പോൾ ഓഫ് ഓർഡർ 3 ആണ്. കാരണം അതിൽ ഒരു വാല്യൂ ന്യൂമറേറ്റർ കൂടി 0 ആക്കി. 4 0യിൽ ഒരു 0 ഇയാളുമായിട്ട് അങ്ങ് പോയി. പിന്നീട് ഒരു 3 എണ്ണമേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അത് കാര്യം ഇതാണ്, 0 by 0 വരുന്ന ഒരാൾ റിമൂവബിൾ സിംഗുലാരിറ്റി ആയി പോകുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണ്ട. 4 എണ്ണം ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഒരാളെ കൊടുക്കുമ്പോൾ 0, ആ 0 by 0 മാറിയ പിന്നെ 3 പേരെ വരുള്ളൂ. അപ്പോൾ ഓർഡർ 3 ആണ്. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ റൂള് പ്രകാരം എങ്ങനെ എഴുതും? റെസിഡ്യൂ അറ്റ് ഇസഡ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 1 by 3 minus 1 2 factorial into limit z tends to 0 d square by dz square of z minus 0 raised to 3 by sin z by z raised to 4 എന്നാകും. ശരിയാണല്ലോ? ദാറ്റ് ഈസ് 1 by 2 factorial into limit z tends to 0 d square by dz square of sin z by z എന്നാകും. കണ്ടോ? ഇനി ഇതിനെ നിങ്ങൾ 2 വട്ടം കോഷ്യൻ റൂൾ എടുക്കണം.
2 വട്ടം കോഷ്യൻ റൂൾ എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ആദ്യം എടുക്കുമ്പോൾ തന്നെ കോസും സൈനുള്ള എക്സ്പ്രഷൻ ആവും, പിന്നീടും അതിനെ കോഷ്യൻ എടുക്കേണ്ടി വരും, എന്നിട്ട് നിങ്ങൾ ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടല്ലോ? അത് വളരെയധികം ബുദ്ധിമുട്ടായി മാറും. മനസ്സിലാവുന്നല്ലോ? അപ്പം ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിൽ നിങ്ങൾ ലോറൻസ് എക്സ്പാൻഷൻ എഴുതി ചെയ്യുന്നതാണ് നല്ലത്. ലോറൻസ് എക്സ്പാൻഷൻ എഴുതിയാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും സൈൻ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനുകൾ. എന്നാൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒറിജിനലി ഇതിൻ്റെ പോൾ ഓഫ് ഓർഡർ 3 ആണ്. പോൾ ഓഫ് ഓർഡർ 3 തന്നെയാണ്. പക്ഷേ ഇവിടെ Z⁴ എന്നല്ലേ വന്നിരിക്കുന്നത്, ഇതിലൊരു 0 മേളി വന്നത് കൊണ്ടല്ലേ 0/0 ആയി പോയത്. അങ്ങനെ ഒരു ചിന്ത നമുക്ക് വേണ്ട. നമ്മൾ 0 ഓഫ് ഓർഡർ 4 എന്ന് തന്നെ എടുക്കുക. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രം, ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി മാത്രം ഓർഡർ 4 എന്ന് എടുക്കുക. ആക്ച്വലി ഇറ്റ്സ് ഓർഡർ 3 ആണ്. ബട്ട് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നുവെങ്കിൽ ഓർഡർ 4 ആയിട്ട് തന്നെ എടുക്കുക. അപ്പം നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടും? d³ ഓഫ് z-0⁴ എന്നാകും. ഇവിടെ 3 ഫാക്ടോറിയൽ ആകും. ശരിയല്ലേ? d³ ഓഫ്, അപ്പോൾ എന്താ കഥ? Z⁴ Z⁴ പോകും. ഇവിടെ എന്ത് വരില്ല? കോഷ്യൻ റൂൾ വരില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഫാക്ടോർ എന്ന് പറഞ്ഞാൽ 6 അല്ലേ? ലിമിറ്റ് z ടെൻസ് ടു 0. ഇതിൻ്റെ സൈൻ ഇസഡിൻ്റെ 3 ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് കോസ് ഇസഡ്, സെക്കൻഡ് ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഇസഡ്, തേർഡ് ഡെറിവേറ്റീവ് മൈനസ് കോസ് ഇസഡ് എന്നാകും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇഞ്ച് വരുമ്പോൾ -1/6 ഇൻറ്റു കോസ് 0 1 ഈക്വൽ ടു -1/6 എന്ന് ആൻസർ കിട്ടും. നോക്കൂ, ഇവിടെയും നമ്മൾക്ക് റെസിഡ്യൂ കിട്ടിയത്, റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു 0 ഓഫ് f ഓഫ് z കിട്ടിയത് 1/z കോഎഫിഷ്യൻ -1/3 ഫാക്ടോറിയൽ ഈക്വൽ ടു -1/6 എന്നായിരുന്നു. രണ്ടും സെയിം ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? പക്ഷേ ആക്ച്വലി ഇപ്പോൾ ഓർഡർ 3 ആണ്. പക്ഷെ നമ്മൾ ഇവിടെ എന്തെടുത്തു? എമ്മിനെ 4 എന്ന് തന്നെ എടുത്തു. എന്തുകൊണ്ട്? ഇത് എളുപ്പം. നോക്കൂ, ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫാക്ടർ വെച്ചിരിക്കുന്നത് തന്നെ? ഈ ഡിനോമിനേറ്ററുള്ള ആൾ വെട്ടിപ്പോകാൻ വേണ്ടിയാണ്. അത് വെട്ടിപ്പോകണം, പോയാലേ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് പോകാൻ കഴിയുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ തരുമ്പോൾ പോൾ ഓഫ് ഓർഡർ ഒന്നിൽ കൂടുതലുള്ളൊരു പോൾ ഓഫ് ഓർഡർ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ലോറൻസ് എക്സ്പാൻഷൻ എഴുതാൻ പറ്റുമോ എന്ന് നോക്കുക. ലോറൻസ് എക്സ്പാൻഷൻ എഴുതാൻ പറ്റണമെങ്കിൽ സൈൻ ഇസഡോ കോസ് ഇസഡോ e⁻z ഇങ്ങനെ നമുക്ക് എക്സ്പാൻഷൻ അറിയാവുന്ന ആരെങ്കിലും കിട്ടണം, അല്ലെങ്കിൽ പാടാം. അങ്ങനെ അറിയാമെങ്കിൽ നിങ്ങൾ ലോറൻസ് എക്സ്പാൻഷൻ എഴുതി വെച്ചിട്ട് അതിൽ നിന്ന് പോളും ഓർഡറും എഴുതണം. പോള് ഓർഡർ 3 ആൻഡ് റെസിഡ്യൂ -1/3 ഫാക്ടോറിയൽ എന്ന് എഴുതിയാൽ ഇത് എഴുതുമ്പോൾ തന്നെ ഫുൾ മാർക്കായി കഴിഞ്ഞു. എന്നാൽ ചിലപ്പോൾ നമുക്കത് എഴുതുമ്പോൾ ലോറൻസ് എക്സ്പാൻഷൻ അറിയില്ല, അല്ലെങ്കിൽ സൈൻ ഇസഡിൻ്റെ എക്സ്പാൻഷൻ അങ്ങ് മറന്നുപോയി, എഴുതാൻ കഴിയുന്നില്ല. പക്ഷെ നമുക്കിത് കാണുമ്പോൾ അറിയാം 0 ഓഫ് ഓർഡർ 4 മേളിൽ നിന്നൊരു 0 പോയാൽ ഓർഡർ 3 ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ ഓർഡർ വന്നാൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കാമെന്നറിയാം. പക്ഷെ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇവിടെ വരുന്ന 2 പേര് വെട്ടിപ്പോകണം. അങ്ങനെ പോകണമെങ്കിൽ നിങ്ങൾ ഓർഡർ 4 ആയിട്ട് എടുക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ തമ്മിലുള്ള വ്യത്യാസം? ചില ക്വസ്റ്റ്യനുകളിലേ ഉള്ളൂ ഈ പ്രശ്നം. അതിൻ്റെ മാത്തമാറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളെ കൂടുതൽ പറഞ്ഞു പോകേണ്ടി വരും, എന്തുകൊണ്ടാണ് ഇങ്ങനെ 3 വന്നിട്ട് 4 എടുത്തതെന്ന്. പക്ഷേ ഇവിടെ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് റെസിഡ്യൂ കണ്ടുപിടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി നിങ്ങൾ ഓർഡർ 4 ആയിട്ട് എടുക്കുക. ഓർഡർ 4 ആയിട്ട് എടുക്കുക. ഒറിജിനലി 3 ആണെങ്കിലും, ഒറിജിനലി ഇതിൻ്റെ ഓർഡർ പരീക്ഷയ്ക്ക് ഫൈൻഡ് ദ പോൾ അല്ലെങ്കിൽ നേച്ചർ ഓഫ് സിംഗുലാരിറ്റി ചോദിച്ചാൽ z⁻0 ഈസ് എ പോൾ ഓഫ് ഓർഡർ 3, അതാണ് കറക്റ്റ്. പക്ഷേ ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ വെട്ടിപ്പോകാൻ വേണ്ടി മാത്രം ഓർഡർ 4 എന്ന് പറഞ്ഞെടുക്കുക. അങ്ങനെ 4 എന്ന് പറഞ്ഞെടുക്കുമ്പോൾ വെട്ടിപ്പോവും, ഡെറിവേറ്റീവുകൾ എടുത്ത് ആൻസർ കിട്ടും. അല്ലെങ്കിൽ ലോറൻസ് എക്സ്പാൻഷൻ എഴുതി ആൻസർ എഴുതുക. ഇതിൽ ഏത് രീതി വേണമെങ്കിലും നമുക്ക് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇത് എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മൾക്കൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ട്, അതും ഇതുപോലൊരു കേസാണ്. ശ്രദ്ധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നേരത്തെ പറഞ്ഞ അതേ ടൈപ്പിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ പോൾസ് ആൻഡ് റെസിഡ്യൂസ് ഓഫ്. എക്സാമ്പിളിൽ റെസിഡ്യൂ എന്ന് മാത്രമേ ഉള്ളൂ, പോളൊന്നില്ല, ബട്ട് സെയിം ആയിട്ട് തിരികെയാണ്. ഫൈൻഡ് ദ പോൾസ് ആൻഡ് റെസിഡ്യൂസ് ഓഫ് f ഓഫ് z ഈക്വൽ ടു z sin z ബൈ z മൈനസ് പൈ ദ ഹോൾ ക്യൂബ് അറ്റ് z ഈക്വൽ ടു പൈ. z ഈക്വൽ ടു പൈയിൽ റെസിഡ്യൂ കാണണം, ഒപ്പം പൈയുടെ പോളിൻ്റെ ഓർഡറും കാണണം. നോക്കൂ, നമ്മൾ കാണുമ്പോഴേ അറിയാം z ഈക്വൽ ടു പൈ എന്ന് പറയുന്നത് സിംഗുലാരിറ്റിയാണ്. അതിൻ്റെ ഓർഡർ എത്ര എന്നുള്ളതാണ് പ്രശ്നം. നോക്കൂ, ഇവിടെ കാണുമ്പോൾ റേസ് ടു 3 ആണ്, ശരിയാണ്. പക്ഷേ അത് z പൈക്ക് 0 കൊടുക്കുമ്പോൾ 0 ആയി പോകുന്നത് കൊണ്ടാണ്. എന്നാൽ അതേ പൈ മേളിൽ കൊടുക്കുമ്പോൾ സൈൻ പൈയും എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. എന്ന് പറഞ്ഞാൽ 0/0 ആണെന്ന് അർത്ഥം. അങ്ങനെ വരുമ്പോൾ ഒരെണ്ണം ക്യാൻസലായി പോകും. എന്ന് പറഞ്ഞാൽ ഓർഡർ 3 ആണ്, പക്ഷെ ആക്ച്വലി ഇറ്റ്സ് ഓർഡർ എന്തേ വരൂ? പോൾ ഓഫ് ഓർഡർ 2. പോൾ ഓഫ് ഓർഡർ 2 ആകും. മനസ്സിലാവുന്നുണ്ടല്ലോ? പോൾ ഓഫ് ഓർഡർ എന്താണ്? 2 ആണ്. എന്തുകൊണ്ടാണ്? ഒരു പൈ ഇവിടെയും കൂടെ അങ്ങ് 0/0 ആക്കാൻ വേണ്ടി ഒരു പൈ അങ്ങ് പോവും, പിന്നെ 2 എണ്ണേ വരുള്ളൂ. എന്നാൽ റെസിഡ്യൂ കാണേണ്ടി വരുമ്പോൾ
റെസിഡ്യൂ അറ്റ് ഇസഡ് ഈക്വൽ ടു പൈ അല്ലെങ്കിൽ റെസിഡ്യൂ ഓഫ് പൈ ആർ ഓഫ് പൈ അല്ലെങ്കിൽ ആർ ഓഫ് ഇസഡ് ഈക്വൽ ടു പൈ കാണേണ്ടി വരുമ്പോൾ നമ്മൾ എന്തെന്ന് എഴുതണം 1 മനസ്സിലാവുന്നുണ്ടോ? കൺസിഡർ എം ഈക്വൽ ടു 3 എന്ന് തന്നെ എടുക്കണം. കൺസിഡർ എം ഈക്വൽ ടു 2 എന്ന് എടുക്കരുത്, 3 എന്ന് തന്നെ എടുക്കണം. ഞാൻ പറഞ്ഞല്ലോ അതെന്തുകൊണ്ടാണ്? 1/m-1 2 ഫാക്ടോറിയൽ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു പൈ ഡി 3 ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ d സ്ക്വയർ ബൈ ഡി ഇസഡ് സ്ക്വയർ ഓഫ് ഇസഡ് മൈനസ് പൈ ദ ഹോൾ ക്യൂബ് ഇൻറ്റു ഇസഡ് സൈൻ ഇസഡ് ബൈ ഇസഡ് മൈനസ് പൈ ദ ഹോൾ ക്യൂബ്. ദാ ഇവിടെ വെട്ടിപ്പോകണം. അതിനു വേണ്ടി ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ലിമിറ്റ് ഇസഡ് ടെൻസ് ടു പൈ ഡി സ്ക്വയർ ബൈ ഡി ഇസഡ് സ്ക്വയർ ഓഫ് എന്തെന്ന് കിട്ടും? ഇസഡ് സൈൻ ഇസഡ്. കണ്ടല്ലേ, ഇപ്പോൾ ഡെറിവേറ്റീവ് എടുക്കാൻ വളരെ എളുപ്പമായി. 1/2 ഇൻറ്റു ലിമിറ്റ് ഇസഡ് ടെൻസ് ടു പൈ ഓഫ് പ്രോഡക്റ്റ് റൂള്. ആദ്യത്തെ പ്രോഡക്റ്റ് റൂൾ എടുക്കുക, ഡി ബൈ ഡി ഇസഡ് ഓഫ് ഇസഡ് സൈൻ ഇസഡ്. ഫസ്റ്റ് പ്രോഡക്റ്റ് റൂൾ എന്ത് വരും? ഇസഡ് ഇൻറ്റു കോസ് ഇസഡ് പ്ലസ് സൈൻ ഇസഡ് ഇൻറ്റു 1. ദെൻ അടുത്ത പ്രോഡക്റ്റ് റൂൾ എന്ത് വരും? ഡി സ്ക്വയർ ബൈ ഡി ഇസഡ് സ്ക്വയർ ഇസഡ് ഇൻറ്റു കോസ് ഇസഡിൻ്റെത് മൈനസ് സൈൻ ഇസഡ് പ്ലസ് കോസ് ഇസഡ് ഇൻറ്റു 1 പ്ലസ് സൈൻ ഇസഡിൻ്റെത് കോസ് ഇസഡ് ആണല്ലോ. എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഓർഡർ എന്താ? മൈനസ് ഇസഡ് സൈൻ ഇസഡ് പ്ലസ് 2 കോസ് ഇസഡ് എന്ന് വരും. ശരിയാണല്ലോ? മൈനസ് ഇസഡ് സൈൻ ഇസഡ് പ്ലസ് 2 കോസ് ഇസഡ്. ഇനി നിങ്ങൾ പൈ കൊടുക്കൂ. 1/2 ഇൻറ്റു സൈൻ പൈ 0 ഇൻറ്റു 2 കോസ് പൈ 2 കോസ് പൈ എന്നാകും. സൈൻ പൈ 0 ആണ്. കോസ് പൈ -1 therefore -2/2. ആൻസർ റെസിഡ്യൂ -1 എന്ന് വരും. മനസ്സിലാവുന്നുണ്ടല്ലോ? റെസിഡ്യൂ ഇതിനെ നമുക്ക് ലോറൻസ് സീരീസിൽ എക്സ്പാൻഡ് ചെയ്യാം, പക്ഷേ അത് ബുദ്ധിമുട്ടാകും. ലോറൻസ് സീരീസിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം എബൌട്ട് ഇസഡ് ഈക്വൽ ടു പൈ ആണ്. എബൌട്ട് ഇസഡ് ഈക്വൽ 0 എന്ന് പറയുമ്പോഴാണ് നമ്മൾ സൈൻ ഇസഡിന് പകരം ഇസഡ് മൈനസ് ഇസഡ് ക്യൂ ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് ഇസഡ് റൈസ് ടു 5/5 ഫാക്ടോറിയൽ കൊടുക്കുക. മെക്ലോറിയൻ സീരീസ് എബൌട്ട് ഇസഡ് ഈക്വൽ 0 ഇസഡ് ഈക്വൽ ടു പൈ ആകുമ്പോൾ അങ്ങനെ എഴുതാൻ പറ്റില്ല. ഇസഡ് മൈനസ് പൈയുടെ പവറുകളിൽ എഴുതണം. അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്യണം. എടുക്കുമ്പോൾ ഓർഡർ 3 എടുക്കണം. എന്തുകൊണ്ട്? ഇത് രണ്ടും വെട്ടിപ്പോകണം. പോയാലേ പെട്ടെന്ന് കിട്ടത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്ത് കിട്ടി? റെസിഡ്യൂ -1. ഇതൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ആക്ച്വലി പോൾ ഓഫ് ഓർഡർ 2 ആണ്. പരീക്ഷയ്ക്ക് റെസിഡ്യൂ എന്ന് മാത്രമേ ചോദിക്കൂ. അപ്പോൾ നിങ്ങൾ കൺസിഡർ എം ഈക്വൽ ടു 3 എന്ന് എഴുതുക. പോൾ ചോദിച്ചാൽ ഓർഡർ 2 എന്ന് എഴുതിക്കൊള്ളുക. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇങ്ങനെയാണ് ഇതൊരു ടിപ്പിക്കൽ ഒരു അല്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലാക്കി ചെയ്യുക, ശ്രദ്ധിക്കുക.